ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ്. സത്യത്തിൽ ഇത് നോമ്പിന് മുമ്പ് എടുത്തു വെച്ച വീഡിയോയാണ്, പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. നോമ്പിന് മുമ്പായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് ആണ് ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ റൂമിലുള്ള ടേബിളും സൈഡ് ടേബിളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെളിയിലോട്ട് എടുത്ത് മാറ്റുക. എന്നാലേ ഉള്ളൂ നന്നായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഡ്രോയിലൊക്കെ നിറച്ച് സാധനങ്ങൾ, തങ്കുവിൻ്റെ സാധനങ്ങളാണ് അതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ തങ്കു തന്നെ എന്തെങ്കിലും തപ്പി അതങ്ങ് കുഴച്ച് മറിച്ചിടും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് കൈ കിട്ടുന്ന നേരെ കൊണ്ട് ഡ്രോയിലോട്ടാണ് ഇടുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഫുള്ള് കുളമാകുകയും ചെയ്യും. പിന്നെ നമ്മുടെ റൂമിൽ ചെറിയ ഷെൽഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ മരുന്നിൻ്റെ കുപ്പികളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അലമാരിയുടെ മുകളിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് തങ്കുവിൻ്റെ ടോയ്സും പിന്നെ എൻ്റെ പഴയ ബുക്സൊക്കെയാണ് നമ്മുടെ അലമാരിയുടെ മുകളിലിരുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഫുള്ള് പൊടിയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. പിന്നെ അതേപോലെ തങ്കുവിൻ്റെ ടോയ്സ് എല്ലാം ഞാനൊരു ഓർഗനൈസറിലാക്കിയിട്ട് അലമാരിയുടെ മുകളിലോട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അതൊക്കെ ഈ സോഫ്റ്റ് ടോയ്സിലൊക്കെ പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ അത് കാരണം ഞാൻ അതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോട്ട് ഓരോ ടോയ്സ് വീതം ആക്കിയിട്ട് ഇതേപോലെ ഞാൻ വെക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ് ടോയ്സൊക്കെ ആണെങ്കിൽ അഴുക്കൊന്നും ആക്കാതെ കുറേ നാൾ നമുക്ക് അങ്ങനെ തന്നെ ഇരുന്നോളും. സാധാരണ ഞാൻ ഈ കർട്ടനും പിന്നെ ബ്ലാങ്കറ്റൊക്കെ കഴുകുന്ന ദിവസം നേരത്തെ രാവിലെ തന്നെ ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം ഉച്ച കഴിഞ്ഞിട്ടാലും നന്നായിട്ട് ഉണങ്ങി കിട്ടും. അത്ര വെയിലാണല്ലോ ഇപ്പം. അപ്പോൾ ഇപ്പം ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കർട്ടനൊക്കെ ഞാൻ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യാൻ സമയമെടുത്തത് ഈ 2 ഡ്രോ ആയിരുന്നു. മിക്കവാറും തങ്കുവിൻ്റെ കുറേ സാധനങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ തങ്കുവിൻ്റെ ക്ലിപ്പ് സ്ലൈഡ് ഒരു ബോക്സിലാക്കി, പിന്നെ പേന, പെൻസില്, റബ്ബർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വേറൊരു ബോക്സിലാക്കി സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാം വെച്ചിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ച കൂടുതൽ അത് അങ്ങനെ ഇരിക്കത്തില്ല. കാരണം ഇതൊക്കെ എന്നും എടുക്കുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ അത് പിന്നെയും കുളമാകും. പിന്നെ അത് കൂടുതലും കൈകാര്യം ചെയ്യുന്ന തങ്കു തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുളമാകുകയും ചെയ്യും. എന്നാലും നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടി ഇപ്പോൾ എന്താണെങ്കിലും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായി. തങ്കു വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിന് നിന്നിട്ടില്ല. അതിന് മുമ്പായിട്ട് ഞാൻ എല്ലാം തീർത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡേ തങ്കുനാവധിയുള്ള ദിവസമായിരുന്നു, സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ അന്നാണ് പിന്നെ കുക്കിങ്ങിൻ്റെ പരീക്ഷണമെല്ലാം നടത്തുന്നത്. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ദോശ വെച്ചിട്ട് റോസ് ഫ്ലവറിന് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ അന്നാണ് അത് ചെയ്തെടുത്തത്. ഇതാകുമ്പോഴത്തേക്ക് കാണാനും നല്ല രസമാണ്, കഴിക്കുകയും ചെയ്യാം. പിന്നെ തങ്കുവിന് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ക്യാരറ്റൊക്കെ ആണെങ്കിൽ അവൾ പച്ചയ്ക്ക് കഴിക്കുക. അതേസമയം ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടാണ് അവൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതേപോലെ ദോശമാവിൻ്റെ കൂടെ അരച്ച് കഴിഞ്ഞാൽ നല്ല കളറുമായി അത് കഴിക്കുകയും ചെയ്യും. മിക്ക പാരൻസും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഞാനിപ്പോൾ കാണിക്കുന്നത്. എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ ഓരോ ഷേപ്പിലൊക്കെ നമ്മൾ ഈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ അത് കുറച്ച് ഉണ്ടാക്കി. എന്താണെങ്കിലും വലിയ കുഴപ്പമില്ല. തങ്കുവിൻ്റെ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം ഈ റോസ് ഫ്ലവറിന് കളറ് കൂടിപ്പോയി, അല്ലെങ്കിൽ വേറെ കളർ ആക്കാമായിരുന്നു എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു ബൊക്കെ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും തങ്കു അത് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തിയും കുഞ്ഞുമൊക്കെ വരുന്നത്. അപ്പോൾ കുഞ്ഞ് നാട്ടിലോട്ട് ആദ്യമായിട്ട് വരുക. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തിക്കഴിഞ്ഞ് വീണ്ടും തങ്കുവിനെ കൊണ്ടൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. തങ്കുവിന് 2-3 ദിവസമായിട്ട് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വെച്ച്. കാരണം ഇനി എക്സാമൊക്കെ തുടങ്ങി പിന്നെ പനിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എക്സാമൊക്കെ മിസ്സാവുമല്ലോ. അപ്പോൾ അത് കാരണം ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു, ഇൻഫെക്ഷൻ ഉണ്ടോയെന്നറിയാം. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവളെ സന്തോഷിപ്പിക്കാനായിട്ട് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്ത ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ തൊട്ടടുത്ത ഡെക്കാത്ലോൺ, എപ്പോഴും അതുവഴി പോകുമ്പോഴത്തേക്കും ഡെക്കാത്ലോണിൽ കയറാൻ പറയും. അങ്ങനെ പിന്നെ അവളെയും കൊണ്ട് ഈ പ്രാവശ്യം ഡെക്കാത്ലോണിലൊക്കെ കയറി. പിന്നെ അവൾക്കൊരു ചെറിയ എക്സാമിന് കൊണ്ടുപോകാനായിട്ട് ഒരു ബാഗൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവളെ അങ്ങ് ഹാപ്പിയാക്കി. പിന്നെ ഞാൻ നോക്കിയിട്ട് എനിക്ക് സംഭവമൊന്നും കിട്ടിയില്ല. അവൾക്ക് മാത്രം ഒരു ബാഗ് മേടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവളെ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല വ്ളോഗ്സും റെസിപ്പി വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്